ഇനി റബീഉൽ അവ്വൽ 3 കഴിഞ്ഞ് 4 വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ അന്ന് നമ്മളെ പള്ളിയിൽ ദാറുൽ ഹുദന്റെ പള്ളി അടക്കം എല്ലാ പള്ളിക്കും ഓതുന്ന ഖുതുബന്റെ ഏടാണ് ഈ കാണുന്നത്. EK സുന്നിയുടെ പള്ളിയാണെങ്കിൽ ഈ ഖുതുബ, AP സുന്നിയാണെങ്കിൽ ഈ ഖുതുബ. AP പള്ളിക്ക് ഈ ഖുതുബ, EK പള്ളിക്ക് ഈ ഖുതുബ. 2 ഖുതുബത്താലും ശരി. EK പള്ളിയുടെ ഖുതുബയാണെങ്കിൽ 2ാമത്തെ വെള്ളിയാഴ്ച അഥവാ ഇക്കൊല്ലമാണെങ്കിൽ റബീഉൽ അവ്വൽ മാസം 11. റബീഉൽ അവ്വൽ മാസം 11 പിറ്റേന്ന് 12. 11 വെള്ളിയാഴ്ച 12 ശനി അന്നാണല്ലോ ഈ നാട്ടിൽ ആഘോഷിക്കാറുള്ളത്. എങ്കിൽ 11 വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12ന്റെ തലേ ദിവസം അന്ന് മിമ്പറിൽ നിന്ന് സുന്നി മഹല്ലിലെ മിമ്പറിൽ നിന്ന് ഖതീബുമാർ ഓതുന്ന ഖുതുബ അത് നമ്മൾ ഒന്ന് കാണേണ്ട ഖുതുബ തന്നെയാണ്. പറ്റെങ്കിൽ പള്ളിക്ക് പോയിട്ട് ഉസ്താദ് ചോദിക്കുക, ഉസ്താദെ ഇപ്രാവശ്യം ഓതിയ ഖുതുബ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരോ, നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് മലയാളത്തിലൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അത് ഉസ്താദ് എങ്ങാനും അർത്ഥം വെച്ച് കിട്ടിയാൽ പിന്നെ ഈ നാട്ടിൽ സുന്നിയായിട്ട് ഉസ്താദ് മാത്രമേ ഉണ്ടാവൂ. റബീഉൽ അവ്വൽ മാസം 11 പിറ്റേന്ന് ആഘോഷിക്കാൻ പോവുക. ഇവിടെ അരങ്ങൊക്കെ കട്ട് ചെയ്ത് പായസത്തിനുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് പോത്തിനെ കൊണ്ടുവന്ന് കെട്ടി അരിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ജുമാക്ക് പോയപ്പോൾ അവിടുന്ന് പള്ളിക്ക് ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം എന്താ? അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്താദ് പറയാവൂ, സീക്കും ഇബാദല്ലാഹ് ഇയ്യായ ബിത്തഖ്വല്ലാഹ് അമ്മൽ ഫനാ ഫമാ ഇലാ ബഖാഇൻ മിൻ സബീൽ വതമ്മൽ ഖലാ ഫമാ ലിമുബ്റമിഹി തബ്ദീൽ വതമ്മ ബഹുൽ മൗത്ത് ഫഹറ ഫീഹി ദലീൽ എന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങൾ റിക്കാർഡ് ചെയ്തോളി. അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ഉസ്താദിനെ ഖുതുബ റിക്കാർഡ് ചെയ്യാം. വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ മൊബൈൽ ഓണാക്കിയിട്ട് ഉസ്താദിനെ ഖുതുബ റിക്കാർഡ് ചെയ്യാം. ഇത് തന്നെയായിരിക്കും എന്നിട്ട് ഉസ്താദ് പറയാം, ഉലഖദ് തഖല്ലാ ഫീ മിസ്ലി ശഹരിക്കും ഹാദാ അജലു. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവധി അവസാനിച്ചത് എന്ന്. റബീഉൽ അവ്വൽ മാസം 11 ഇനി വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ സുന്നിപ്പള്ളിയിൽ നിന്ന് ഉസ്താദ് ഓതുന്ന ഖുതുബ. ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവധി അവസാനിച്ചത്. അന്നാണ് നിശ്ചയിക്കപ്പെട്ട മരണം പ്രവാചകർക്ക് വന്നത്. റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ ബീവി കരഞ്ഞു, ഐഷ ബീവി കരഞ്ഞു, ഹസൻ ഹുസൈൻ കരഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് എന്തൊരു വേദനയുണ്ട്. ഐഷ ബീവി കരഞ്ഞു, ഹസൻ ഹുസൈൻ കരഞ്ഞു. ഹസൻ വൽ ഹുസൈൻ ബാക്കിയൈനി വാജദ്ദാ. ഹസൻ ഹുസൈൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വല്ലിപ്പാ. വഖാലത്ത് ആയിഷ യാ അബുൽ ഖാസിമ. ഐഷ ബീവിയും പറഞ്ഞു, അബുൽ ഖാസിമേ. അതുകൊണ്ട് ഫയ്യു നഹീബിൻ അലൈഹി മർതഫൽ വഅയ്യു തുർഫിൻ അലൈഹി മാദമൽ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസൽ വഅയ്യു അസായിൻ ലിബുദിഹി മംതനൽ അദാ വഖദ് സുഖിയ മനിയത്ത് അദബു ഖൂസിഹാ. അതുകൊണ്ട് ഏത് കണ്ണാണ് കൂട്ടരെ കരയാതിരിക്കുക? ആർക്കാണ് കൂട്ടരെ വേദനിക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് കൂട്ടരെ വിഷമിക്കാതിരിക്കാൻ കഴിയുക? ഏത് ദുഃഖമാണ് കൂട്ടരെ അത് കൂടുതലാകാതിരിക്കുക? ആ പ്രവാചകന്റെ വിയോഗത്തിനാൽ എന്ന് 11-ാം തീയതി റബീഉൽ അവ്വൽ മാസം 11 ഈ വരുന്ന ജനുവരി 2-ാം തീയതി നമ്മുടെ നാട്ടിലെ മഹല്ലു പള്ളിയിൽ ഉസ്താദ് ചോദിക്കാൻ മിമ്പറുമെന്ന് പുറത്തിറങ്ങിയ പോസ്റ്റർ കാണാം. റബീഉൽ അവ്വൽ 12 വഹാബികൾക്ക് ദുഃഖദിനം. അവിടെ ഉസ്താദ് പറയാം, ആർക്കാ ദുഃഖിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് AP സുന്നിയാളും തരൂ ആ ഖുതുബ 5-ാമത്തെ ഖുതുബാക്കി മാറ്റി. ഇതിൽ 1-ാമത്തെ ഖുതുബ വഫാത്തുൻ നബി, 2-ാമത്തെ ഖുതുബ വഫാത്തുൻ നബി, 1ഉം 2ഉം ഖുതുബ നബിയുടെ വഫാത്ത്. ഇതിൽ 1-ാമത്തെ ഖുതുബ മദ്ഹുൻ നബി, നബിയുടെ മദ്ഹ്. 2-ാമത്തെ ഖുതുബയും അതിന്റെ ബാക്കി. 5-ാമത്തെ ഖുതുബ കൊണ്ടൊരു വഫാത്താക്കി. അതാണ് AP പള്ളിയോട്. ഇത് EK പള്ളി. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ചാൽ ഹിജ്റ 300-കളിൽ ഈജിപ്തിൽ നടത്തിയ ഖുതുബയുടെ സമാഹാരമാണ്. ഹിജ്റ 300-കളിൽ ഈജിപ്തിൽ നടത്തിയ ഖുതുബകളുടെ സമാഹാരം. അപ്പൊ അന്ന് റബീഉൽ അവ്വൽ മാസം വന്നിട്ട് 2-ാമത്തെ വെള്ളിയാഴ്ച ആയിട്ടും ജന്മദിനത്തെ പറ്റി ഒരു പരാമർശം പറഞ്ഞില്ല. 3ഉം 4ഉം 5ഉം ഖുതുബയുണ്ട്. ആ 5 ഖുതുബയിലും ജന്മദിനത്തെക്കുറിച്ചോ ആഘോഷത്തെക്കുറിച്ചോ ഒരു പരാമർശമില്ല. അതുകൊണ്ടാണ് AP സുന്നാള് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഖുതുബ മാറ്റി.
മാറ്റി പറയുന്നുണ്ട്. മൂപ്പരുടെ ആമുഖം എന്ന് വെച്ചാൽ ഖുത്ബത്തുൻ നബാത്തിൽ മിസ്ലിയ, ഇത് നബാത്തി ഖുത്ബ തന്നെയാണ്. പക്ഷെ എന്താണ് മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്, നബാത്തി ഖുത്ബയുടെ ഷോർട്ട് മഅ തസ്ഹീലി ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്, വൽ ഇൽഹാഖി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാണ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയ പിന്നെ ഷോർട്ടായാല് ഇവിടെയാണ് എളുപ്പവഴിയുണ്ട് പക്ഷെ ദൂരം കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഷോർട്ടാണ്, പക്ഷെ ലേശം ചേർത്തിട്ടുണ്ട്. ചേർത്തത് എന്താ? ഈ പറയപ്പെട്ടതൊക്കെ. അത് ഏതായിരുന്നാലും ഇതാണ് സത്യാവസ്ഥ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിൽ പിൽക്കാലത്തുണ്ടായി വന്ന പുത്തനാചാരങ്ങളാണ് എന്നിവിടെ സ്ഥിരപ്പെടുന്നു.